സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ പള്ളികളൊക്കെ പോവും, അങ്ങനെ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ആയ കാരണം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധാരണ ഞങ്ങൾക്ക്. അങ്ങനെ ഒരു വിഷയമൊക്കെ, അങ്ങനെ ഒരു ഭയപ്പാടുണ്ടോ നിലവിൽ ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട്. ആൾക്കാർ പറഞ്ഞു പരത്തിക്കണ ഭാഗമാണ്. ക്രിസ്ത്യൻസുള്ള പള്ളി പോവും, പിന്നെ ആദ്യം പോവാൻ നമ്മുടെ പുത്തമ്പള്ളി പോവും, അങ്ങനെ പള്ളികൾ പോവും. അപ്പോൾ ക്രിസ്ത്യൻസുകളാകുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടാവുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് സന്തോഷമായിരിക്കണം. ഈ അദ്ദേഹം ഇവിടെ കൊടുത്ത സ്വർണ്ണ കിരീടം ചെമ്പ് കിരീടമാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് വിശ്വസിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സിനിമകളും ഞങ്ങളെല്ലാവരും ഫാൻസാണ്. ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും നമ്മളൊരു മാറ്റം നമ്മുടെ തൃശ്ശൂർക്കാർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും. അദ്ദേഹത്തിലൂടെ നമ്മുടെ തൃശ്ശൂർ നാട് ഒന്ന് മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പ്രിജി. ഇവിടെ സ്ഥലം ഇവിടെ കാളത്തോടാണ്. എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ലൂർദ് മാതാപള്ളിയിൽ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് കാരണം. ഇപ്പൊ സുരേഷ് ഗോപി ഇവിടെ വന്നിരുന്നല്ലോ, കണ്ടിരുന്നു. ലൂർദ് മാതാപള്ളിയിൽ അദ്ദേഹം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ അദ്ദേഹം ഇവിടെ കൊടുത്ത സ്വർണ്ണ കിരീടം ചെമ്പ് കിരീടമാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് വിശ്വസിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സിനിമകളും ഞങ്ങളെല്ലാവരും ഫാൻസാണ്. ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും നമ്മളൊരു മാറ്റം നമ്മുടെ തൃശ്ശൂർക്കാർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും. അദ്ദേഹത്തിലൂടെ നമ്മുടെ തൃശ്ശൂർ നാട് ഒന്ന് മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ചേച്ചി ഒരു ക്രൈസ്തവ സമൂഹത്തിലെ വ്യക്തിയല്ലേ? അതെ. ഇത്തവണ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ പിന്തുണച്ചെന്ന് പിന്തുണച്ചെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മള് ജനങ്ങള് വോട്ട് ചെയ്തത് കൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചതും. അദ്ദേഹത്തിനെതിരെ നടത്തിയിരുന്ന ഒരുപാട് കള്ളപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സ്വർണ്ണക്കിരീടം മാതാവിന് നൽകിയത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്? അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നല്ലതാണ്. അദ്ദേഹം കുറെ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവമാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നുള്ളൊരു മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും. ഇവിടെ ഉണ്ടായത് മുഴുവൻ കള്ളപ്രചാരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ കുറച്ച് ആളുകൾ മരണപ്പെട്ടിരുന്നല്ലോ. അപ്പം അതിലൊരു ബിനോയ് എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വീട് നൽകാം എന്നുള്ള രീതിയിൽ ആളുകളുടെ കയ്യിൽ നിന്നെടുത്ത് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിച്ചല്ലോ. പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ഇനിയും നല്ല കാര്യങ്ങൾ ഇതുപോലെ ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുന്നു. കുവൈറ്റിലുണ്ടായത് നമുക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. നമ്മളാരും പ്രതീക്ഷിക്കാണ്ട് വന്ന കാര്യമാണ്. അപ്പം അവിടെയുള്ളവരെ മുഴുവൻ സഹായിക്കാനും നമ്മുടെ തൃശ്ശൂർ നാട് നന്നാക്കാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ലൂർദ് മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാവും. അതെ, ലൂർദ് മാതാവിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകും. താങ്ക് യു. തൃശ്ശൂരിലെ ലൂർദ് മാതാ പള്ളിയിലാണ് ഈ ഒരു സമയത്തുള്ളത്. സുരേഷ് ഗോപി ഇവിടെ ദർശനത്തിന് വന്നിരിക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായിട്ട് ലൂർദ് മാതാ പള്ളിയിൽ മാതാവിനൊരു സ്വർണ്ണക്കിരീടം നൽകിയ സമയത്തെല്ലാം അതിനെതിരെ ഒരുപാട് വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ഇരട്ടപ്പേരെല്ലാം വിളിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും പല വിഷയങ്ങളും നടന്നിരുന്നു. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം വിജയിച്ചതിന് ശേഷം മാതാവിനെ ദർശിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നിട്ട് ഇവിടെ അദ്ദേഹം ഒരു സ്വർണ്ണമാല മാതാവിൻ്റെ കഴുത്തിൽ അണിയിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള കുറച്ച് ചേച്ചിമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ശ്രീജ. എവിടെ വീട്? നടത്തറ. ചേച്ചി, ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ലൂർദ് മാതാ പള്ളിയിൽ വീണ്ടും ദർശനത്തിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷമാണ്. വളരെ കണ്ടതിന് വളരെ സന്തോഷം. ഞങ്ങൾ അപ്രതീക്ഷിതമായി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങള് വിചാരിച്ചു എന്താന്ന് വല്ല കല്യാണം നടക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ചോദിച്ചു പറയാണ് അപ്പൊ ആളെ കണ്ടിട്ട് എന്തായാലും ജോലിക്ക് പോകേണ്ട ആൾക്കാരാണ് ഞങ്ങള്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഈ ലൂർദ് മാതാ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കിരീടം അത് ചെമ്പ് കിരീടമാണ് നൽകിയെന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് ആ ഒരു സമയത്തൊക്കെ അതിനെ കണ്ടത്? ഞങ്ങള് അതാ വെറുതെ ആൾക്കാർ ഇല്ല ഇത് പറഞ്ഞാന്നറിയാം. പക്ഷെ സുരേഷ് ഗോപിനെ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ പരിചയമുള്ള ആളാണ്. ആളങ്ങനെ ചെയ്യില്ല, നമുക്ക് നന്നായി അറിയുന്ന ആളാണ്. ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാണ്. ആളെല്ലാ സിനിമകളും കാണാറുണ്ട്, ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാറുണ്ട്. ഞങ്ങൾ ലൂർദ് മാതാ പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ആള്. ഞാൻ ക്രിസ്ത്യൻസ് ആണ്. ഞങ്ങളെ നൊവേനിക്ക് എന്തൊക്കെയൊക്കെ വരുന്ന ആളാണ്. ഞങ്ങൾ ജോലിക്ക് വന്നതാണ്. അപ്പൊ സുരേഷ് ഗോപി എന്നാണെന്ന് പറഞ്ഞ ആളെ വെയിറ്റ് ചെയ്ത് ഞങ്ങള് ജോലി സ്ഥലത്ത് പോലും പറയാതെ കാത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്കെതിരെ ആദ്യം പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നല്ലോ. ഇത് ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ എന്തായിരുന്നു അവരുടെ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ പള്ളികളൊക്കെ പോവും, അങ്ങനെ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ആയ കാരണം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധാരണ ഞങ്ങൾക്ക്.
അങ്ങനെ ഒരു വിഷയമൊക്കെ അങ്ങനെ ഒരു ഭയപ്പാടുണ്ടോ നിലവിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്? ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട്. ആൾക്കാർ പറഞ്ഞു പരത്തിക്കണ ഭാഗമാണ്. ക്രിസ്ത്യൻസുള്ള പള്ളി പോവും, പിന്നെ ആദ്യം പോവാ നമ്മുടെ പുത്തമ്പള്ളി പോവും, അങ്ങനെ പള്ളികൾ പോവും. അപ്പൊ ക്രിസ്ത്യൻസിലാകുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടാവുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ സംഭവിക്കില്ല, നമുക്ക് സന്തോഷമായിരിക്കണം. തൃശ്ശൂർ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നല്ലൊരു പിന്തുണ, നിങ്ങളടക്കമുള്ള ക്രിസ്ത്യൻസിന്റെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ എല്ലാവരും ആൾക്ക് വേണ്ടിയിട്ട് ഓടി ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ആളെ സുരേഷ് ഗോപി ആയ കാരണം ഞങ്ങൾക്കൊരു അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ ധരിക്കുന്നു. കാരണം ആളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ മൊത്തത്തിൽ കേൾക്കുന്നത്. സുരേഷ് ഗോപി ആയ കാരണം അങ്ങനെ സംഭവിക്കില്ല. ആളങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളിപ്പോ ലൂർദ് വന്ന് ഇത്രയും ചെയ്യില്ലല്ലോ. ഈ അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ലൂർദ് മാതാവിന് കിരീടമൊക്കെ നൽകി എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്തെങ്കിലും അതിലേക്ക് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു? അതൊക്കെ വെറുതെ പറയാണ്. ആള് കൃത്യമായിട്ട് ഇങ്ങനെ ഓടിച്ച് ജയിച്ച് എല്ലാവരോടും ഒരേപോലെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ക്രിസ്ത്യൻസ് ജാതി മതങ്ങളിൽ നോക്കുന്ന ആളൊന്നുമില്ല. ആള് നല്ല മനുഷ്യനാണ്. ആളെയാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ. കാരണം കമ്മ്യൂണിസ്റ്റ് കാരണം കണ്ടമാന ആൾക്കാർക്ക് ജയിച്ചിട്ട് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. കാരണം ഞാൻ ഒരു വിധവയാണ്. ആള് മരിച്ചിട്ട് 18 വർഷമായി. ചെറുപ്പം മുതലേ പിള്ളേരെ അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. പക്ഷേ നമുക്ക് പെൻഷനൊക്കെ കിട്ടി നിസ്സാരമായ ജോലിക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പെൻഷനൊക്കെ 6 മാസം 8 മാസം ഒക്കെ ആയിട്ട് ഇപ്പോഴും കുറെ പെൻഡിങ്ങിലാണ്. ഒരു കാര്യത്തിൽ നമുക്കൊരു ഗുണം കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപിയിലാണ് നമ്മൾ പ്രതീക്ഷയായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണപ്പെട്ട ഒരു ക്രിസ്ത്യൻ സഹോദരനുണ്ട്, ബിനോയ് എന്ന് പറഞ്ഞിട്ട്, ചാവക്കാടനത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട് ഇല്ലാത്ത ആളാണ്. അപ്പൊ വീട് സുരേഷ് ഗോപി പണി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആരംഭിച്ചു അല്ലേ? ആരംഭിച്ചു. പണി ആരംഭിച്ചു. ആള് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണമെന്ന് ആള് നമുക്ക് ബോധ്യമായി. കാരണം അത്രയും കഴിവില്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ആ കുട്ടി കഷ്ടപ്പെട്ടിട്ട് കുവൈറ്റിൽ പോയി ജോലിക്ക് പോയി. ഇപ്പം അടുത്ത നാളുകളെ പോയെന്ന് പറഞ്ഞാൽ അവർ വീടൊക്കെ കണ്ടു ദയനീയമായ അവസ്ഥയാണ്. നമ്മൾ ചാനലുകൾ കണ്ടു വീട്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും ആഗ്രഹിച്ച കുട്ടി പോയിട്ട് ആ കുട്ടി മരണപ്പെട്ട് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി വീട് പണം തുറക്കുന്നത് നമുക്ക് ഭയങ്കര അതിനെപ്പറ്റി ഭയങ്കര സന്തോഷമായി. ഇത് തൃശ്ശൂരിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ ജോലി പോലും ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥയാണെന്ന് അറിയില്ല. മാറ്റം ഉണ്ടാവണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ അദ്ദേഹം ഇതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? മറ്റു രാഷ്ട്രീയക്കാരെ പോലെ വെറും വാക്കാവുന്നു? ഞാന് ഡിഗ്രി വരെ പഠിച്ചതാണ്. പക്ഷെ അതിനുള്ള യോഗ്യതയുള്ള ജോലിയൊന്നും എനിക്ക് കിട്ടിയില്ല. മറ്റേ ഇപ്പോഴും പോണത് മറ്റേ ഹൗസ് കീപ്പിംഗ് ജോലിക്കാ പോണത്. എന്റെ കുടുംബത്തിലാണെങ്കിൽ എന്റെ മോനും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് കുറച്ച് കൊല്ലായി. വയസ്സായ അമ്മയാണല്ലോ. എംപ്ലോയ്മെന്റ് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും തീരുമാനം കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്തും. എല്ലാ തീരുമാനം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപി ആയ കാരണം നമ്മൾ തൃശ്ശൂരിൽ മാറ്റം സംഭവിക്കുന്ന ആഗ്രഹത്തോടെയാണ് ഇപ്പൊ നമ്മൾ ആളെ വെയിറ്റ് ചെയ്ത് നമ്മൾ കാത്തിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മള് ഇരിക്കട്ടെ, പ്രതീക്ഷയോടെ ഇരിക്കട്ടെ. ശരി. തൃശ്ശൂരിലെ വിശ്വാസികളടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഒറ്റ കാര്യം മാത്രമാണ് പ്രധാനമായിട്ട്, ഇലക്ഷന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇവിടെ സ്വർണ്ണക്കിരീടം നൽകിയ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ ആക്രമിച്ചില്ലായ്മ ചെയ്യാൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി തന്നെയായിരുന്നു സുരേഷ് ഗോപി ഇവിടെ നൽകിയത്. സ്വർണ്ണക്കിരീടമല്ല, അത് ചെമ്പ് കിരീടമാണെന്നും അദ്ദേഹത്തെ ചെമ്പ് ഗോപി എന്നുള്ള നിലയിലേക്ക് ഒരു ഇരട്ടപ്പേരടക്കം സോഷ്യൽ മീഡിയയിൽ വിളിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അധിക്ഷേപിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ എല്ലാ തരത്തിലും എതിരാക്കി നിർത്താൻ വേണ്ടിയുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും എല്ലാവിധ ശ്രമങ്ങളും ഇവിടെ ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഈ ഇലക്ഷൻ റിസൾട്ട്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 21% വരുന്ന ക്രൈസ്തവ സമൂഹം വലിയ ഒരു പിന്തുണ തന്നെയാണ് സുരേഷ് ഗോപിക്ക് നൽകിയതെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഏത് മനുഷ്യസ്നേഹിയായിട്ടുള്ള എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുന്ന ഏതൊരു രാഷ്ട്രീയക്കാരുടെയും കൃത്യമായിട്ട് കളങ്കമില്ലാത്ത മനസ്സാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള ഈ ഒരു വിജയം എന്നുള്ളത്. തർക്കമില്ല. നമ്മുടെ